പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 4 ടൈപ്പ് ചാർജിങ് ആണ് നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോമർ, തോറോയിഡ് ട്രാൻസ്ഫോമറാണ് വരുന്നത്. നമ്മൾ ഈ അതായത് നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പോൾ ചില യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് ഇത് ചാർജിങ് ബൂസ്റ്റിംഗ് കൺവെർട്ടർ ആണ്, അതായത് ബൂസ്റ്റർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു MPPTയുടെ റിവ്യൂ ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് SPS എന്ന് പറയുന്ന കമ്പനിയുടെ YELLOW-40A എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ MPPTയുടെ കുറേ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് 4 ലൈൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ 4 ലൈനായിട്ടാണ് നമ്മുടെ ഡിസ്പ്ലേ കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 4 ടൈപ്പ് ചാർജിങ് ആണ് നടക്കുന്നത്. ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി MPPT തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു 4 ടൈപ്പ് ചാർജിങ് ഇതിനകത്ത് നടക്കും. അത് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ചാർജ് എങ്ങനെയാണൊക്കെ നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ MPPT റിവ്യൂവും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ MPPT വരുന്നത്. സ്പേസിൻ്റെ തന്നെ നമ്മുടെ പറഞ്ഞ ഒരു YELLOW-40 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ കണ്ടോ 12 to 48 വോൾട്ടാണ് നമ്മുടെ MPPT വരുന്നത്. അപ്പോൾ ഇപ്പോൾ VOCയും അതിൻ്റെ പാനൽസ് കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 12 വോൾട്ടിലാണെങ്കിൽ നമുക്ക് ഏകദേശം 55 വോൾട്ട് ഒരു VOCയിൽ കൊടുക്കാൻ പറ്റും. 24 ആണെങ്കിൽ 110 വരെ മാക്സിമം കൊടുക്കാൻ പറ്റും. 36 110, 48 വോൾട്ടാണെങ്കിൽ 110 വോൾട്ട് വരെ VOC നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ മിനിമം VOC ഉണ്ട് 60 വോൾട്ട്, അങ്ങനെ ഓരോന്ന് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാനലിൻ്റെ വാട്ട്സ് ഇപ്പോൾ 48 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ 2200 വാട്ട്സ് വരെ പാനൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി MPPT ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി MPPT ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് MPPT ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും എൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമുക്കിത് കവറിൽ നിന്ന് പുറത്തെടുക്കാം. കവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഫസ്റ്റ് തന്നെ വരുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. അതായത് ഇതിനകത്ത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റും കണ്ടോ 12 വോൾട്ടിൽ കണക്ട് ചെയ്യുമ്പോഴും 24, 36, 48 ഇത്രയും വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ നമ്മുടെ ബാറ്ററിയുടെ പാരാമീറ്റേഴ്സ് ഡിസ്പ്ലേയിൽ എന്താണ് കാണിക്കണേന്നും അങ്ങനെ എല്ലാം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. റിലേ ഓണും റിലേ ഓഫൊക്കെ ഇതിനകത്ത് എത്ര വോൾട്ടിൽ സെറ്റ് ചെയ്യാം അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ യൂസർ മാനുവലാണ്. പിന്നെ അവരുടെ കമ്പനിയുടെ കാര്യങ്ങളും പറഞ്ഞേക്കണ ഒരു ഇത്. പിന്നെ നമുക്കിത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യം കാണാൻ പറ്റുന്നത് സെറ്റിംഗ് പ്രോബാണ്. അപ്പോൾ ഈ സെറ്റിംഗ് പ്രോബ് MPPT എല്ലാവർക്കും കിട്ടില്ല. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യക്കാർക്ക് വേണ്ടി മാത്രം, മെയിനായിട്ട് ഈ ടെക്നീഷ്യൻ അങ്ങനത്തെ ആൾക്കാർക്ക്, അതായത് MPPT നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സ് കയറി മാറ്റണമെന്നുള്ളവർക്ക് മാത്രമാണ് കമ്പനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് അയച്ചു തരുന്നത്. നമുക്ക് സാധാരണക്കാരന് നമ്മൾ അയച്ചു കൊടുക്കുന്നില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൽ സെറ്റിങ്സ് കയറാനുള്ള ഒരു ഇത് അയച്ചു തന്നേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു MPPT വരുന്നത്. നമുക്ക് കവറിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒരു MPPT വരുന്നത്. 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള ഒരു MPPT ആണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞാൽ 4 ലൈൻ ഫംഗ്ഷൻ ഡിസ്പ്ലേ, അതായത് 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള ഒരു MPPT ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ പ്ലസ് ഡിസ്പ്ലേ, അതായത് LED ഡിസ്പ്ലേ പ്ലസ് LCD ഡിസ്പ്ലേ അതിനകത്ത് വരുന്നത്. LED ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ, അതായത് സോളാറിൽ നിന്നുള്ള പ്രസൻസ്, സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് കിട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സോളാർ എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ തെളിയും. ചാർജിങ് ഉദ്ദേശിക്കുന്നത് സോളാറിൽ നിന്നുള്ള ആംബിയർ കിട്ടുക, അതായത് നമുക്ക് ആംബിയർ കിട്ടി, അതായത് സോളാറിൽ നിന്നുള്ള ചാർജിങ് ആംബിയർ കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ചാർജിങ്, അതായത് ചാർജിങ് നടക്കേണ്ടെന്ന് അറിയിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ചാർജിങ് ഉദ്ദേശിക്കുന്നത്. എക്സസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബാറ്ററി ചാർജ് ഫുള്ളായി ലൈവ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ നമ്മുടെ അവിടെ വേസ്റ്റായി പോവാണ്, സോളാറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ അവിടെ വേസ്റ്റായി പോകണം, ഒന്നും നടക്കുന്നില്ല എന്ന് ഒരു അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് എക്സസ് എന്ന് പറയുന്നത്. റിലേ എന്ന് ഉദ്ദേശിക്കുന്നത് സോളാറിലേക്ക് മാറി കഴിഞ്ഞാൽ റിലേ ഓണായി, അതായത് നമ്മൾ സോളാറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണമെന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും 4 ഇൻഡിക്കേറ്ററാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞവർ തന്നെ നമ്മുടെ ഈ MPPT ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ചാർജിങ് ആണ്. ഈ 4 എന്ന് പറയുന്നത് 4 ടൈപ്പ് ചാർജിങ് ആണ് നമ്മുടെ ഈ MPPT നടക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ എന്ന് പറയുന്നത് ബൾക്ക്, അബ്സോർഷൻ, ഫോൾട്ട്, ഐഡിയൽ. അപ്പോൾ ഈ 4 ചാർജിങ് എന്താണെന്ന് നമ്മൾ ഈ MPPT കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോയുടെ ഇടയിൽ. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ടാലാണ് നമുക്കിത് ഇടയ്ക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഓരോന്ന് സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ നമുക്കിത് എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ LCD ഡിസ്പ്ലേ നമ്മളിത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാണിക്കണമെന്നും എന്തൊക്കെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ടെന്ന് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു MPPTയുടെ ഫ്രണ്ട് വശം വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഇവിടെ കണക്ഷൻസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കിവിടെ സ്വിച്ചസ് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഓൺ ഓഫ് സ്വിച്ചാണ്. MPPT ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഒന്നാമത്തേന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് റിലേയുടെ ആണ്, റിലേ കൺട്രോൾ, മീൻസ് റിലേ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. അപ്പോൾ ഇങ്ങനെ റിലേക്ക് സ്പെഷ്യൽ സ്വിച്ച് വെച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് തരാം. കാരണം നമ്മൾ സോളാറിലേക്ക് മാറേണ്ട, അത് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലാത്ത സമയത്ത് സോളാറിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്നൊക്കെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും പിന്നെ സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ മതി.
പിന്നെ സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെറ്റിംഗ് പ്രോബ് നമ്മൾ നേരത്തെ കാണിച്ച ഈ സെറ്റിംഗ് പ്രോബ് വഴി നമുക്ക് കണ്ട ഈ സെറ്റിംഗ് പ്രോബ് വഴി സെറ്റിംഗ്സ് കയറി ഇതിനകത്ത് കണ്ട നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമുക്കിത് സെറ്റിംഗ്സ് കയറാനുള്ള ഒരു പ്രോബാണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഷീൽഡ് പോലെ സംഭവം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൊട്ടക്ഷനാണ്. അതിനകത്ത് ഇതിനകത്താണ് പിന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹെവി കണക്ടറാണ്. അതായത് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാനും സോളാർ പാനൽ കണക്ട് ചെയ്യാനും പിന്നെ നമ്മുടെ റിലേയുടെ ഇന്നും ഔട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഈ 2 സ്ക്രൂ വെച്ച് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ MPPTയുടെ ബാക്ക് വശം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ വാറണ്ടിയും കാർഡും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. 2 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ബോക്സ് കാർഡ്ബോർഡ് സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇത് തന്നെ, അതായത് 12 വോൾട്ട് 24 വോൾട്ട് 36 48 ആ വോൾട്ടേജിനനുസരിച്ച് എത്ര പാനൽ കണക്ട് ചെയ്യാം, എത്ര വരെ VOC കൊടുക്കാം, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. ഇതിനകത്ത് ഹീറ്റ് അബ്സോർവ് ചെയ്ത് കളയാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ ഒരു MPPTയിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ MPPTയുടെ ആകവശം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ തന്നെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്ഫോമർ, തോറോയിഡ് ട്രാൻസ്ഫോമറാണ് വരുന്നത്. നമ്മൾ ഈ അതായത് നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പോൾ ചില യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് ഇത് ചാർജിങ് ബൂസ്റ്റിംഗ് കൺവെർട്ടറാണ്, അതായത് ബൂസ്റ്ററാണ്. അങ്ങനെയൊന്നുമല്ല. ഇതൊന്നും ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന വോൾട്ടേജിനെ ആംബിയറാക്കി കൺവേർട്ട് ചെയ്യണ ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു MPPT ചെയ്യുന്നത്. അതെല്ലാം MPPT അങ്ങനെയാണ്. അതായത് ഈ ഒരു 2 തോറോയിഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന അധികം ബാലൻസ് വരുന്ന വോൾട്ടേജിനെ സോളാറിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെ അത് ആംബിയറാക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് ചാർജിങ് തരുന്നു. അതാണ് നമ്മുടെ ആംബിയറായിട്ട് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ഒരു 12 ആംബിയറിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് 35 ആംബിയർ ആക്കുന്നുണ്ടല്ലോ. അതൊന്നും ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതായത് ബാക്കി വരുന്ന വോൾട്ടേജിനെ ആംബിയറാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് ആവുന്നു. പക്ഷേ ചിലർ പറയുന്നുണ്ട് നമുക്കിപ്പോൾ കിട്ടുന്ന ആംബിയറിനെ ബൂസ്റ്റ് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ 3 തോറോയിഡ് ട്രാൻസ്ഫോമർ ഒക്കെ ആണെങ്കിൽ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ആംബിയർ ബൂസ്റ്റർ കൺവേർട്ടറാണ്. അങ്ങനെ ഒന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല എൻ്റെ സത്യാവസ്ഥ. മെയിനായിട്ട് പറയുന്നത് കിട്ടുന്ന വോൾട്ടേജിനെ ആംബിയറാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഈ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് 2 തോറോയിഡ് ട്രാൻസ്ഫോമറാണ് നമ്മുടെ ഈ 40 ആംബിയർ MPPTയിൽ വരുന്നത്. പിന്നെ അതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ ഡിസ്പ്ലേ ബോർഡും എൻ്റെ ICയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു IC വരുന്നത്. ഇതിനകത്താണ് നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ICയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആവുന്നതും റിലേ ഓൺ ആവുന്നതും എല്ലാം നമ്മുടെ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് എൻ്റെ റിലേ കൺട്രോളർ വരുന്നത്. അതായത് നമ്മുടെ റിലേ ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും ഒരു സെക്ഷനിലാണ്. പിന്നെ അതിൻ്റെ ബാക്കിത്തെ ഡീറ്റെയിൽസും ഹീറ്റ്സും കാര്യങ്ങളും. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻസറാണ്. നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹീറ്റിൻ്റെ കൺട്രോൾ അനുസരിച്ചാണ് ഫാൻ ഓട്ടോമാറ്റിക് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും. അപ്പോൾ ഈ ഒരു സെൻസറിനൊക്കെ ഇപ്പോൾ ഫാനൊന്നും ഓൺ ആവുന്നില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് വരുന്ന ചാൻസിൽ ഈ സെൻസർ കംപ്ലയിൻ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ വരാൻ മാത്രമാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലം ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഈ ഒരു MPPTയിൽ ഓരോ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഇതിനകത്തുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോമർ വരെ ഇതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റർ റെസിസ്റ്റർ കാര്യങ്ങളെല്ലാം അതിൻ്റെ വാല്യൂം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ തന്നെയായാലും നമുക്ക് തന്നെ സർവീസ് ചെയ്യുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫ്രണ്ട്സ് നമ്മൾ MPPT കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. YELLOW-40 അതിൻ്റെ മോഡൽ. പിന്നെ ഓട്ടോ സെലക്ട് ഓൺ, നമ്മുടെ സൈഡിലത്തെ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി മോഡ് 12 വോൾട്ട് എന്നാണ് വന്നിട്ടുണ്ട്. ആംസ് ലിമിറ്റ് 40 ആംബിയർ. പിന്നെ നമുക്ക് കാണാൻ പറ്റും ചാർജിങ് ബൾക്ക് വരുന്നത് 14.8 വോൾട്ടിലാണ്. ചാർജിങ് ഫോൾട്ട് വരുന്നത് 14.4 വോൾട്ടിലാണ്. പിന്നെ ചാർജിങ് ഐഡിയൽ വരുന്നത് 14.0 വോൾട്ടിലാണ്. ഐഡിയൽ ഒപ്റ്റ് വരുന്നത് 12.5 വോൾട്ടാണ് വരുന്നത്. ചാർജിങ് ഇക്വലൈസേഷൻ വരുന്നത് 15.2 വോൾട്ട്. റിലേ ഓൺ ആവുന്നത് 14 വോൾട്ടിൽ. ഇനി റിലേ ഓഫ് ആവുന്നത് ഇതിനകത്ത് നമ്മൾ 11.0 വോൾട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇക്വലൈസേഷൻ ടൈം എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. അബ്സോർപ്ഷൻ ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ റിലേ ഓൺ എന്ന് പറഞ്ഞ് MPPT ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഡിസ്പ്ലേ വരുന്നത്. LED + LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ LED ഡിസ്പ്ലേ നോക്കാം. അപ്പോൾ LED ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോളാർ എന്നുള്ളതുണ്ട്, ചാർജിങ്, എക്സിസ്, റിലേ. അപ്പോൾ സോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ, അതായത് സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് കിട്ടി തുടങ്ങുമ്പോൾ തന്നെ സോളാറിൽ നിന്നുള്ള ഇൻഡിക്കേറ്റർ ഇവിടെ തെളിയും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും സോളാറിൽ നിന്ന് എത്ര വോൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സോളാറിൽ നിന്ന് കിട്ടുന്ന ആംബിയർ, അതായത് സോളാറിൽ നിന്ന് നമുക്ക് ആംബിയർ കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാണ് ചാർജിങ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത്. പിന്നെ എക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഫോൾട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ബാറ്ററി ചാർജ് ഫുള്ളായി പക്ഷെ നമ്മൾ ലൈവ് ഒന്നും യൂസ് ചെയ്യുന്നില്ല.
അപ്പോൾ നമ്മുടെ കറണ്ട് അവിടെ നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ അവിടെ എക്സിസ്റ്റ് ആവുന്ന അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ആ ഒരു ഇത്. പിന്നെ ഇതെന്ന് പറയുന്നത് റിലേ എന്ന് ഉദ്ദേശിക്കുന്നത് റിലേ ഓൺ ആണ്, അതായത് സോളാറിലേക്ക് മാറിയെന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് റിലേ ഓൺ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ LED ഡിസ്പ്ലേയിൽ ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു 4 ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ചാർജിങ് മെത്തേഡാണ്, അതായത് ചാർജിങ് മോഡുകളാണ് ഈ കാണുന്നതെല്ലാം. ബൾക്ക്, അബ്സോർഷൻ, ഫോൾട്ട്, ഐഡിയൽ, അങ്ങനെ ഈ 4 ചാർജിങ് മെത്തേഡാണ് നമ്മുടെ ഈ MPPTയിൽ വരുന്നത്. അതായത് ഇപ്പോൾ SPS-ൻ്റെ MPPTയിലെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഫോൾ ആൻഡ് ഡിസ്പ്ലേ ഉള്ള MPPT. അപ്പോൾ ഈ ഡിസ്പ്ലേയിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 4 ചാർജിങ് ടൈപ്പാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ 4 ചാർജിങ്ങും ഓരോ സിറ്റുവേഷൻ ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഈ 4 ചാർജിങ്ങും. അപ്പോൾ അത് ഏതാ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ LED ഡിസ്പ്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി LCD ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞിരുന്നു 4 ലൈൻ ഫംഗ്ഷനുള്ള ഡിസ്പ്ലേ ആണ്, അതായത് 4 ലൈനായിട്ട് നമ്മുടെ ഈ ഡിസ്പ്ലേ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ അവസാനത്തെ ഈ 3 ലൈൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതായത് ബാറ്ററി വോൾട്ടും സോളാർ ചാർജിങ്, സോളാർ ഔട്ട്പുട്ട്, ഈ 3ഉം നമ്മുടെ പെർമനൻ്റ് ആയിരിക്കും നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ. ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ് ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് സ്ക്രോൾ ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ അബ്സോർഷൻ കൗണ്ട് 0 മിനിറ്റ്, ഇതൊക്കെ എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയ ഓപ്ഷൻ എന്ന് പറയുന്നത് സോളാർ പീക്ക് 209 വാട്ട്സ് ആണ്. ഈ സോളാർ പീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസത്തിൽ സോളാറിൽ നിന്ന് കിട്ടുന്ന, അതായത് നല്ല വെയിലുള്ള പീക്ക് സമയത്ത് മാക്സിമം സോളാറിൽ നിന്ന് കിട്ടുന്ന ഒരു വെയിൽ എന്തോരം കിട്ടണമെന്ന്, എത്ര വാട്ട്സ് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടണമെന്ന് നമുക്ക് സോളാർ പീക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടെ സോളാർ ഔട്ട്പുട്ട് ഉണ്ട്, അതായത് ഇപ്പോൾ ലൈവായിട്ട് കിട്ടുന്നതാണ് സോളാർ ഔട്ട്പുട്ട്. സോളാർ പീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെയിലുള്ളപ്പോൾ മാക്സിമം എന്തോരം കിട്ടിയെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മളിത് ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് നോക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഈ ഡിസ്പ്ലേ നോക്കുമ്പോൾ നമുക്ക് സോളാറിൻ്റെ പ്രസൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ സോളാർ പീക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കിട്ടിയേക്കണ സോളാറിൽ നിന്ന് കിട്ടിയേക്കണ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടുന്നില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞു, അതായത് സോളാർ ക്ലീൻ ചെയ്യേണ്ട സമയമായെന്ന് നമുക്കറിയാൻ പറ്റും. കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സോളാറിൻ്റെ പീക്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ഫീച്ചറാണ് അതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സോളാർ ഇൻപുട്ട് പറയാം 12.2. ഇത് ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആംബിയറാണ്. ആ ഒരു 12 ആംബിയറിനെ നമ്മുടെ സോളാർ ചാർജിങ് ആക്കി 15 ആംബിയറാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊരിക്കലും ബൂസ്റ്റ് ചാർജിങ് അല്ല. അപ്പോൾ പല യൂട്യൂബറും പല വീഡിയോയിലും പറയുന്നുണ്ട് ഇത് ആംബിയർ ബൂസ്റ്ററാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല MPPTയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡെയിലി എത്ര യൂണിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ ടോട്ടൽ യൂണിറ്റ് എത്രയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റും ബാറ്ററിയുടെ വോൾട്ടേജ് 13.7 വോൾട്ടാണ് ഇപ്പോൾ ബാറ്ററിയിലുള്ളത്. പിന്നെ സോളാർ ചാർജിങ് 15.2 ആംബിയറിലാണ് ചാർജിങ് നടക്കുന്നത്. സോളാർ ഔട്ട്പുട്ട് 209 വാട്ട്സാണ് നമുക്ക് സോളാർ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ റിലേ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മേളിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ റിലേ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓട്ടോ റിലേ സ്വിച്ച് ഓൺ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി ചാർജ് നമ്മൾ റിലേ ഓൺ ആവുന്നത് 14 വോൾട്ടിലാണ്. അപ്പോൾ 14 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ റിലേ ഓണായി സോളാറിലേക്ക് മാറും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇതിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചാർജിങ് മോഡ്, അതായത് 4 ടൈപ്പ് ചാർജിങ് ആണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി തന്നെ MPPT തന്നെ ചെയ്യുന്ന ഒരു ചാർജിങ് ആണ് ഈ ഒരു 4 മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 11 മണി 12 മണി ആവണേക്ക് മുമ്പ് തന്നെ 4 ചാർജിങ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 4 ചാർജിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം ബൾക്ക് ചാർജിങ്. ഈ ബൾക്ക് ചാർജിങ് ഉദ്ദേശിക്കുന്നത് ബാറ്ററീനെ 14.8 വോൾട്ട് വരെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ബൾക്ക് ചാർജിങ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ആംബിയറും ചാർജിങ്ങും തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം തന്നെ ബൾക്ക് ചാർജിങ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും 14.8 വോൾട്ട് വരെ എത്തിക്കാണ് ബൾക്ക് ചാർജിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൾക്ക് ചാർജിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തതെന്ന് പറയുന്നത് അബ്സോർഷൻ ചാർജിങ് ആണ്. ഈ അബ്സോർഷൻ ചാർജിങ് ഉദ്ദേശിക്കുന്നത് ബാറ്ററീനെ 14.8 വോൾട്ട് തന്നെ നിലനിർത്താം, പിടിച്ചു നിർത്തുക. അതായത് 10 മിനിറ്റ് നമുക്ക് അതിനകത്ത് ടൈമുണ്ട്, അതായത് 10 മിനിറ്റ് നേരം 14.8 വോൾട്ടിൽ നിലനിർത്താം. അതാണ് അബ്സോർഷൻ ചാർജിങ് നടക്കുന്നത്. അതായത് ബൾക്ക് ചാർജിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് അബ്സോർഷൻ ചാർജിങ് ആയിരിക്കും. അതൊന്നും ഉദ്ദേശിക്കുന്നത് നമ്മൾ 14.8 വോൾട്ടിനെ 10 മിനിറ്റ് നേരം നമുക്ക് നിലനിർത്താം. ഈ 10 മിനിറ്റ് എന്നുള്ളത് നമുക്ക് 5 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി. അത് നമുക്കിപ്പോൾ ലോഡിനനുസരിച്ച് വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് അത് നിലനിർത്താനാണ് അബ്സോർഷൻ ചാർജിങ് നടക്കുന്നത്. അത് കഴിഞ്ഞാണ് ഫോൾട്ട് ചാർജിങ്. ഇത് നമ്മുടെ മിക്ക MPPTയിലും നടക്കുന്ന ചാർജിങ് ആണ് ഫോൾട്ട്. ഇതാണ് നമ്മുടെ ലൈവായിട്ട് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഉദ്ദേശിക്കുന്നത് ഫോൾട്ട് ചാർജിങ് ഉദ്ദേശിക്കുന്നത് 14.4 വോൾട്ട്, അതായത് ബാറ്ററീനെ 14.4 വോൾട്ട് വരെ നിലനിർത്താണ് നമ്മുടെ ഫോൾട്ട് ചാർജിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചാർജിങ്, അതായത് നമ്മുടെ അബ്സോർഷൻ ചാർജിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് ഫോൾട്ട് ചാർജിങ് ആയിരിക്കും. ഈ 14.4 എന്നുള്ളത് നമ്മുടെ ലോഡ് അനുസരിച്ച്, ലോഡ് കൂടുന്നതനുസരിച്ച് അത് കുറേയും കൂടുകയൊക്കെ ചെയ്യും. പക്ഷേ മാക്സിമം നമുക്ക് 14.4 വോൾട്ട് വരെ മാക്സിമം നിലനിർത്തുന്നത് ചെയ്യുന്നതാണ് ഫോൾട്ട് ചാർജിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഐഡിയൽ ചാർജിങ്.
ഐഡിയൽ ചാർജിങ്ങിന് മുമ്പായിട്ട് ഐഡിയൽ ഒപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഐഡിയൽ ഒപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബാറ്ററി, അതായത് ഇപ്പോൾ വീടൊക്കെ നമ്മൾ പൂട്ടി ഇപ്പോൾ എവിടെയെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു 5-6 ദിവസം നമ്മുടെ വീട്ടിൽ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല, എല്ലാം ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോളാറിൽ നിന്നുള്ള ചാർജിങ്ങും പ്രൊഡക്ഷനൊക്കെ അങ്ങോട്ട് കിട്ടും. പക്ഷെ നമ്മൾ ലൈവ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്ത് ബാറ്ററിയുടെ കണ്ടീഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ലൈവ് ഒന്നും യൂസ് ചെയ്യാത്തതിനും ബാറ്ററിയുടെ കണ്ടീഷൻ തന്നെ MPPT മനസ്സിലാക്കി നമ്മുടെ ഒപ്റ്റ്, ഐഡിയൽ ഒപ്റ്റ് എന്ന് പറഞ്ഞ ചാർജിങ് ആയ 12.5 വോൾട്ടാണ് ഐഡിയൽ ഒപ്റ്റ് വരുന്നത്. അതായത് 12.5 വോൾട്ട് വരെ മാക്സിമം നിലനിർത്താം. അതിൻ്റെ താഴേക്ക്, അതായത് ഓവർ ചാർജിങ് ആവാതെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അങ്ങനത്തെ ഐഡിയൽ ഒപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഐഡിയൽ ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് 14 വോൾട്ടാണ്. അതായത് നമ്മുടെ ഐഡിയൽ ഒപ്റ്റ്, ഐഡിയൽ ചാർജ്, ഈ 2 ഓപ്ഷനാണ് നമ്മുടെ ഇതിൽ. അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഐഡിയൽ ചാർജിങ് ആയിരിക്കും 14 പോയിൻറ്റ് മേളിലേക്ക്, അതായത് 14 പോയിൻറ്റ് മേളിലേക്കുള്ള വോൾട്ടേജിലേക്ക് കയറ്റാതെ നോക്കുക, അതായത് കൂടുതൽ ആവാതെ നോക്കുന്നതാണ് ഐഡിയൽ. ഐഡിയൽ ഒപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 12.5, അതിലേക്ക് താഴാതെ നിലനിർത്തുക. അത് നമ്മുടെ ഇപ്പോൾ ഈ ബാറ്ററിയുടെ ഇത് ലൈഫ് കൂട്ടാനും പിന്നെ ബാറ്ററി കംപ്ലൈൻറ്റ് ആവാതിരിക്കാനൊക്കെ നമുക്കത് സഹായിക്കും. അപ്പോൾ ഈ 4 ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാൻ പറ്റും ഈ 4 ചാർജിങ്ങിലും നമുക്ക് അതിൻ്റെ പ്രോബ്, അതായത് ഇതിനകത്ത് ടൈം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതായത് നമ്മുടെ ഈ സെറ്റിംഗ് പ്രോബ് ഉപയോഗിച്ച് നമുക്ക് കണ്ടോ, ഈ സെറ്റിംഗ് പ്രോബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിഫോൾട്ട് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ കമ്പനി എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അബ്സോർഷൻ ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റാണ് ഇതിനകത്ത് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അബ്സോർഷൻ ചാർജിങ് നടക്കുമ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ നേരത്തെ കണ്ട മാതിരി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ മേളിൽ കാണാൻ പറ്റും. അതിൽ നമുക്ക് അറിയാൻ പറ്റും ഈ അബ്സോർഷൻ ചാർജിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാറ്ററിയുടെ ടൈമാണ്. അതായത് 10 മിനിറ്റാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര മിനിറ്റാണ് ഇപ്പോൾ ആയെന്നെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കി അറിയാൻ പറ്റും. അബ്സോർഷൻ കൗണ്ട് എന്ന് പറയുന്നത് 0 മിനിറ്റാണ് ഇപ്പോൾ കിടക്കുന്നത്. അതായത് അബ്സോർഷൻ ചാർജിങ് ആയി കഴിഞ്ഞാൽ ഈ 0 എന്നുള്ളത് നമുക്ക് ഓരോ മിനിറ്റ്, എത്ര 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ മിനിറ്റ് കൂടുന്നതനുസരിച്ച് എത്ര മിനിറ്റ്, 10 മിനിറ്റാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ 5 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 മണിക്കൂർ വരെ നമ്മുടെ ബാറ്ററിനെ ആ ഒരു വോൾട്ടേജ് തന്നെ നിലനിർത്തും. അതാണ് അബ്സോർഷൻ ചാർജിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ചാർജിങ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷൻ. എപ്പോഴും ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി ഓട്ടോമാറ്റിക് തന്നെ എല്ലാ ചാർജിങ്ങും പ്രോപ്പറായിട്ട് നടന്നോളും. പിന്നെ നമുക്ക് അതിനകത്ത് ഡിഫോൾട്ട്, അതായത് സെറ്റിംഗ്സിൽ കയറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റിംഗ് പ്രോബ് ഉപയോഗിച്ച് നമുക്ക് സെറ്റിംഗ്സിൽ കയറി നമുക്ക് മാറ്റാൻ പറ്റും, വോൾട്ടേജ് എല്ലാം മാറ്റാൻ പറ്റും. അത് നമ്മളിപ്പോൾ സാധാരണക്കാരന് അങ്ങനെ മാറ്റണമെന്നില്ല. ഇച്ചിരി നമ്മൾ ടെക്നീഷ്യനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അവരുടെ ആ ഒരു സ്ഥലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എന്തോരം മാറ്റണമെന്നൊക്കെ നമ്മൾ കസ്റ്റമർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ബാക്കിയത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സാധാരണക്കാരനൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ നോർമൽ രീതിയിൽ സെറ്റ് ചെയ്തിട്ടാൽ മതി. ഓട്ടോമാറ്റിക് തന്നെ ഈ 4 ചാർജിങ്ങും നമ്മുടെ ഇതിൽ നടന്നോളും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാർജിങ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു MPPT റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് MPPT വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. മാക്സിമം ഇപ്പോൾ ഇന്ന് അയക്കുകയാണെങ്കിൽ നാളെ കിട്ടും. മാക്സിമം 2 ദിവസമൊക്കെയാണ് നമുക്ക് എടുക്കുള്ളൂ. അപ്പോൾ MPPT നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ട്, അതിനകത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു കാര്യം പറയുന്നു, നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു 5 കിലോവാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു 4 പാനലൊക്കെ വെച്ച് ഫുള്ളായിട്ടൊരു വീട് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഇൻവെർട്ടർ കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പുറകെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.